നമസ്കാരം. രാജ്യത്തെ തന്നെ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങളിലൊന്നായി തെരുവുനായ പ്രശ്നം മാറിയിരിക്കുന്നു. രാജ്യതലസ്ഥാനമോ മെട്രോ സിറ്റികളോ ഗ്രാമങ്ങളോ ഒന്നും ഈ ഭീതിക്ക് പുറത്തല്ല. ഈ സാഹചര്യത്തിലാണ് രാജ്യത്തെ തെരുവുനായ പ്രശ്നത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ശക്തമായ ചില ഇടപെടൽ നടത്തുന്നത്. ഇന്ന് ഹർജി പരിഗണിക്കവേ കോടതിയിൽ നിന്ന് മൃഗസ്നേഹികൾക്ക് നേരെ ഉണ്ടായത് പരിഹാസമാണ്. കടിക്കാതിരിക്കാൻ തെരുവുനായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വാക്കാലുള്ള പരാമർശം. ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂവെന്നും സുപ്രീം കോടതി പരിഹസിച്ചു. നായകളെ ബോധവൽക്കരിച്ചാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് മൃഗസ്നേഹികളുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു കോടതിയുടെ പരിഹാസം. തെരുവു നായകളെ പാർപ്പിക്കുന്നതിനുള്ള പ്രത്യേക സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് വെല്ലുവിളി നേരിടുന്നുവെന്നാണ് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേരളം ചൂണ്ടിക്കാട്ടിയത്. തെരുവു നായ്ക്കൾക്കുള്ള ഷെൽട്ടറുകൾ ആരംഭിക്കുന്നതിന് എതിരെ ജനങ്ങളുടെ പ്രതിഷേധം വ്യാപകമാണെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയെ അറിയിച്ചു. ഇടക്കാല ഉത്തരവിൽ മറുപടി നൽകാത്ത സംസ്ഥാനങ്ങൾക്ക് നേരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. സുപ്രീം കോടതി ഇടപെടലിൽ തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ VKP മോഹൻകുമാർ, വെറ്റിനറി സർജൻ, ശ്രീ ജോസ് മാവേലി, ശ്രീ ഏഞ്ചൽ നായർ, ഒപ്പം സംഗീത അയ്യർ എന്നിവരാണ്. ആദ്യം ശ്രീമതി സംഗീത അയ്യർ, എന്നെ കേൾക്കാമോ? കേൾക്കാം. നോക്കൂ, കോടതി ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രാധാന്യമർഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായി കണ്ടുകൊണ്ട് തന്നെ കോടതിയുടെ ഇടപെടൽ കഴിഞ്ഞ കുറേ തവണകളിലായി ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു ഇടക്കാല ഉത്തരവ് കോടതിയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇന്നും ഈ വിഷയം പരിശോധിക്കുമ്പോൾ മനുഷ്യരുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മൃഗസ്നേഹികളുടെ അഭിഭാഷകൻ ബോധവൽക്കരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനോട് പരിഹാസ രൂപേണയാണ് കോടതിയുടെ നടപടി ഉണ്ടായത്. ഇനി നായകൾക്ക് കൗൺസിലിംഗ് നൽകണമോ, ഇനി അതുകൂടിയല്ലേ ബാക്കിയുള്ളൂ എന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. കോടതി ഈ വിധത്തിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ എന്താണ് ഈ വിഷയത്തിന്റെ ഗൗരവം എന്ന നിലയിലേക്ക് മൃഗസ്നേഹികൾ, അതിനുവേണ്ടി വാദിക്കുന്നവർക്ക് എത്താൻ കഴിയുന്നുണ്ടോ? മൃഗസ്നേഹികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫ്കോഴ്സ് സ്ട്രേ ഡോഗ്സിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഓർമ്മ വേണം. കാരണം ഇപ്പൊ ഞാനൊരു ഷെൽട്ടർ നടത്തുന്ന ആളാണ്. എൻ്റെ അടുത്ത് 140 തെരുവ് നായ്ക്കളുണ്ട്. ഇപ്പോൾ ഈ 140 തെരുവ് നായ്ക്കളും റോഡിലായിരുന്നെങ്കിൽ ഞാൻ 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു, റെസ്ക്യൂ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ കാലയളവിൽ എത്ര നായ്ക്കൾ പെറ്റുപെരുകിയിട്ടുണ്ടാവും റോഡിൽ, എത്ര പേരിനും അതിൽ കൂടുതലായിട്ടുണ്ടാവും എന്നുള്ള ഒരു കാര്യം. പിന്നെ നായകൾക്ക് കൗൺസിലിംഗ് അത് കൊടുക്കാം. നായകൾക്ക് അവരെ ബോധവൽക്കരിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ തെരുവില്, എന്റെ തെരുവില് ഞാൻ 2015 വരുമ്പോൾ 15 നായ്ക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ABC ചെയ്ത് ഇന്ന് 3 നായ്ക്കളെ അവിടെ ഉള്ളൂ. ഈ ABCയിലെ വീഴ്ച ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്തുകൊണ്ടാണ് ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാത്തത് എന്നുള്ള ഒരു കാര്യം. പിന്നെ നമ്മുടെ വീട്ടില്, നമ്മുടെ തെരുവിലുള്ള നായ്ക്കളെ നമ്മൾ ബോധവൽക്കരിക്കാറുണ്ട്. ബോധവൽക്കരിക്കുമ്പോൾ അവര് പൂച്ചകളെ പിടിക്കാറില്ല, ആൾക്കാരെ കടിക്കാറില്ല, നമ്മൾ പറഞ്ഞത് കേൾക്കാറുണ്ട്. നമ്മളടുത്ത് വരുന്ന വയലന്റ് ആയിട്ടുള്ള നായ്ക്കളെ നമ്മൾ ട്രെയിൻ ചെയ്ത്, നമ്മൾ ഒരു മാസമൊക്കെ അവർ ട്രെയിൻ ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇണങ്ങാറുണ്ട്. അതുകൊണ്ട് ബോധവൽക്കരിക്കുക എന്നുള്ളത് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫീഡേഴ്സിനെ ഈ നായ കടിക്കുന്നില്ല അല്ലെങ്കിൽ നായ ദ്രോഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ വർഗത്തിനെ മാത്രം ഇവര് അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ അത് മാധ്യമങ്ങൾക്കും കൂടി അതിലൊരു പങ്കുണ്ട്. ആ നെഗറ്റീവായിട്ട് സംഭവങ്ങൾ മാത്രം മുൻനിർത്തി പ്രൊജക്റ്റ് ചെയ്തതിന്റെ ഒരു ഫലമായിട്ടാണ് ഇത് ഇത്രയും വേഴ്സ്റ്റ് ആയത്. അതേപോലെ ABCയിലെ വീഴ്ച, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ ഇത് കൺട്രോൾ ചെയ്യണതിന് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ പോലെ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. നോക്കൂ സംഗീത, ഇപ്പോൾ താങ്കൾ തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് സ്കൂളിൽ പോയ ഒരു കുട്ടിയെ തെരുവുനായ ആക്രമിക്കാനായി ഓടിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
തെരുവുനായ ഈ സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന കുട്ടികളെ ഉൾപ്പെടെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, സൈക്കിളിൽ നിന്നും മറ്റും. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ദിവസേന ഇങ്ങനെ പല ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇന്ന് സുപ്രീം കോടതി ഈ വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ 2 ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് നേരിട്ട അനുഭവം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ മുതിർന്നവരെന്നോ കൊച്ചുകുട്ടികളെന്നോ ഒന്നുമില്ല, ഏത് മനുഷ്യരും ഇതിന്റെ ഭീഷണിയിലാണ്. ഏത് മനുഷ്യരും ഇതിന്റെ ഭീഷണിയിലാണ്. നഗരമെന്നോ ഗ്രാമമെന്നോ ഇല്ല, എല്ലായിടങ്ങളും ഈ ഭീഷണിയിലാണ്. നോക്കൂ, ഇത് നേരിട്ട് ആക്രമിക്കുന്ന സംഭവങ്ങൾ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നേരിട്ട് ആക്രമിക്കുന്ന സംഭവങ്ങൾ എത്രയോ അപകടങ്ങൾക്ക് ഇവ വഴിവെക്കുന്നു. അങ്ങനെ എത്ര മനുഷ്യരുടെ ജീവനാണ് പോകുന്നത്. താങ്കൾ ഈ പറഞ്ഞ, താങ്കൾ ഒരു 140 നായ്ക്കളെ വളർത്തുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, ഇതുപോലെ എത്ര പേർ തയ്യാറെടുക്കും, എത്ര പേർക്ക് അതിന് കഴിയും, എത്ര പേർക്ക് അതിന് സൗകര്യമുണ്ട്. ഒരുപക്ഷെ താങ്കളും അവിടെ ആ നായ്ക്കളെ വളർത്തുന്നത് കൊണ്ട് തന്നെ ചുറ്റുപാടും നിന്ന് ഒരുപാട് എതിർപ്പുകൾ നേരിടുന്ന വ്യക്തിയായിരിക്കില്ലേ? അല്ല, നിങ്ങളിപ്പോ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്താ പറയാ ഉദ്ദേശിച്ചതെന്നുള്ള എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഈ നമ്മൾ മനുഷ്യരിൽ എത്രയോ ക്രൂരതയുള്ള ആൾക്കാരുണ്ട്, എത്ര റേപ്പ് നടക്കുന്നു എന്ന് വിചാരിച്ച് എല്ലാ മനുഷ്യരെയും നമ്മൾ കൊന്നെടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും നമ്മൾ ഷെൽട്ടറിലേക്ക് അയക്കുന്നുണ്ടോ? ഈ ചെറിയ കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്ന ആൾക്കാരെ അവർക്കടക്കം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പരോള് കൊടുത്തോ പുറത്തേക്ക് വന്ന് സുഖമായി ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഇവിടെ പ്രശ്നം അതല്ല. നമ്മൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് വേണം നമ്മൾ ഡിബേറ്റ് ചെയ്യാനുള്ളത്, മനസ്സിലായോ? തെരുവ് നായ്ക്കളെ ഇപ്പോ മെയിൻ സ്ഥലങ്ങളിലെ തെരുവ് നായ്ക്കളെ ഷെൽട്ടറിലേക്ക് പോകണം, അതിനുള്ള സംവിധാനം ഗവൺമെന്റിനുണ്ടോ? ആദ്യം ഷെൽട്ടർ ഗവൺമെന്റിനുണ്ട്. ഇന്ന് ഞാൻ 10 വർഷമായിട്ട് തെരുവ് നായ്ക്കൾക്ക് എന്നല്ല, നമുക്ക് കൗ ഷെൽട്ടർ ഒക്കെ ഉണ്ട്, നമുക്ക് എല്ലാ മൃഗങ്ങൾക്കും വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. തെരുവ് നായ്ക്കളുടെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ ഈ 10 വർഷത്തിനിടയിൽ എനിക്ക് ഒരു വാക്സിൻ ഗവൺമെന്റ് തന്നിട്ടില്ല എന്നെ തീയതി വരെ. നമ്മളുടെ സ്വന്തം കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ടാണ് നമ്മളിത് മുഴുവനും ചെയ്യുന്നത്. ഇതൊരു വലിയ ഷെൽട്ടർ ആണെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു സംരംഭമല്ല. ഇത് ഒരു നായ ഒലിച്ചു വന്നപ്പോൾ ഒരു ഹ്യൂമാനിറ്റിയുടെ കമ്പാഷന്റെ ഇതിൽ ഞാൻ ഒരു ചെറിയ നായ്ക്കുട്ടിയെ റെസ്ക്യൂ ചെയ്തതാണ് ഇന്ന് ഇത്രയും വലിയൊരു ഓർഗനൈസേഷനായി നിൽക്കുന്നത് ഇവിടെ, മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഗവൺമെന്റിന് വീഴ്ചയാണ്, ഇത് മൊത്തം ഗവൺമെന്റിന് വീഴ്ചയാണിത്. അല്ലാതെ മൃഗസ്നേഹികളുടെ നേർക്ക് നിങ്ങൾ സൊസൈറ്റിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ 140 പേര് എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഒരു 200 പേര് PFA ഉണ്ടെങ്കിൽ ഈ 200 പേരും പ്രസവിക്കാതെ നമ്മൾ നോക്കുന്നു, ഈ 140 പേരും പുറത്ത് പ്രസവിക്കാതെ നമ്മൾ നോക്കുന്നു. ഞാൻ അവിടെയാണ് സംഗീതയുടെ ഇടപെടലിനെ ഞാൻ കുറച്ചു കാണുന്നില്ല. സംഗീത ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. താങ്കൾക്ക് ഓരോരുത്തരും തയ്യാറാകുന്നു. അങ്ങനെ കുറച്ചു പേർ മാത്രം വിചാരിച്ചാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കാനാകുമെങ്കിൽ എന്തെങ്കിലും മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകണമല്ലോ. ഇല്ല, ദിവസേന ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള സംഭവമാണോ? അല്ല, രാജ്യവ്യാപകമായി ഇത്തരം പ്രശ്നങ്ങൾ എല്ലായിടത്തും നേരിടുന്നു. അതാ ഞാൻ പറഞ്ഞ മെട്രോപൊളിറ്റൻ സിറ്റി, രാജ്യതലസ്ഥാന മെട്രോപൊളിറ്റൻ സിറ്റികൾ, ഗ്രാമങ്ങൾ, എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. അപ്പോൾ രാജ്യം ഒന്നാകെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അവിടെ കുറച്ചു പേർ 10 100 നായ്ക്കളെ ഇങ്ങനെ സംരക്ഷിക്കുന്നു, അതാണ് പരിഹാരം. അല്ലെങ്കിൽ അത് ആ രീതിയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് കരുതുന്നത് എത്ര മൗഢ്യമാണ്. അതാണ് കോടതിയും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. നിങ്ങളുടെ പ്രവർത്തനത്തെ കുറച്ചു കാണിച്ചുകൊണ്ടോ, നിങ്ങളുടെ ആ രീതിയിലുള്ള സമീപനത്തെ കുറച്ചു കാണിച്ചുകൊണ്ടോ അല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഇതൊരു വലിയ പ്രശ്നമാണ്. അതിന് പരിഹാരം എന്ന നിലയിൽ നിങ്ങൾ വെക്കുന്ന നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഫീഡേഴ്സ് ഉണ്ട്, നമ്മളെ പോലെയുള്ള NGOs ഉണ്ട്, ഈ ചെറിയ രീതിയിൽ ഷെൽട്ടേഴ്സ് നടത്തുന്ന ആൾക്കാരുണ്ട്, വീടുകളിൽ ഷെൽട്ടർ നടത്തുന്ന ആൾക്കാരുണ്ട്, ഓരോ ഏരിയയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. പക്ഷേ ഇതൊരു മഹാവിപത്ത് എന്ന് തന്നെ നമ്മൾ പറയാം. രാജ്യത്തെ സംബന്ധിച്ച് ഒരു മഹാവിപത്ത് എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു തെരുവുനായ ഇഷ്യൂ. അതിന് പരിഹാരമാകുമോ? അത് കുറച്ചുപേർ ഇങ്ങനെ ചെയ്യുന്നത് പരിഹാരമാകുമോ? അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തലത്തിലേക്ക് ഇതിപ്പോൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി തന്നെ സ്വമേധയാ ഈ വിഷയത്തിൽ ഹർജി പരിഗണിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും സംസ്ഥാനങ്ങൾക്കുൾപ്പെടെ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെയാണ് കോടതിയുടെ ആ നടപടി ഉണ്ടാകുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി അടിക്കടി നൽകുന്ന നിർദ്ദേശങ്ങൾ, കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ, വാക്കാലുണ്ടാകുന്ന പരാമർശങ്ങളായാലും ഉത്തരവിന്റെ ഭാഗമായിട്ട് വരുന്നതായാലും അത് മനുഷ്യപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ളതാണ്, മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സംഗീത അയ്യർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു, ഈ മനുഷ്യരിൽ ക്രിമിനലുകളില്ലേ,
ഉപദ്രവിക്കുന്നവരില്ലേ അവരെയൊക്കെ നമ്മൾ തൂക്കിക്കൊല്ലുകയാണോ ചെയ്യുന്നത് എന്ന് അവർ ചോദിച്ചു. പക്ഷേ അവിടെയാണ് കോടതിയുടെ കാഴ്ചപ്പാട്, ഇതിൽ മനുഷ്യർക്കാണ് പ്രാമുഖ്യം. മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങണം, മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശമാണ് പ്രധാനം എന്ന് കണ്ടുള്ള നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതാണോ കോടതി ഉദ്ദേശിക്കുന്നത്? തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ അതാണോ സൂചിപ്പിക്കുന്നത്? രേണുക, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹം തന്നെയാണ്. കഴിഞ്ഞ നിരവധി കാലങ്ങളായി സുപ്രീം കോടതി ഉൾപ്പെടെ വളരെ പ്രതിരോധകരമായ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. നേരത്തെ മുതൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനെയും ഒക്കെ ഈ കേസിനകത്ത് പ്രതികരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. നേരത്തെ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിരുന്ന സമീപനം പ്രതിരോധകരമാണ്. പ്രത്യേകിച്ച് നേരത്തെ ഈ കേസ് പരിഗണിക്കുന്ന ജസ്റ്റിസ് കരോൾ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തന്നെ ഓപ്പൺ കോടതിക്കകത്ത് ഞാൻ മൃഗസ്നേഹിയാണെന്നും അതുകൊണ്ട് ഈ കേസ് ഞങ്ങൾ പരിഗണിക്കുകയില്ല, പിന്നെ ഞാൻ പരിഗണിക്കുകയില്ല അല്ലെങ്കിൽ സുപ്രീം കോടതി പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹൈക്കോടതികളിലേക്ക് തിരിച്ചയക്കുന്ന സമീപനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നേരത്തെ ഉണ്ടായത്. പിന്നീട് ഈ രാജ്യത്ത് വളർന്നു വരുന്ന തെരുവുനായുടെ ആക്രമണം തിരിച്ചറിഞ്ഞുകൊണ്ട് സുപ്രീം കോടതി തന്നെ സ്വമേധയാ വീണ്ടും ആ കേസ് ഏറ്റെടുക്കുകയും ഇപ്പോൾ വളരെ പോസിറ്റീവായ രീതിയിൽ ഇക്കാര്യങ്ങൾക്കകത്ത് നിർദ്ദേശങ്ങൾ കേൾക്കാമോ? ഇപ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് വളരെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്ന സമീപത്ത് അത് വളരെ പോസിറ്റീവായി തന്നെയാണ് ഞാൻ കാണുന്നത്. നേരത്തെ ഈ ചർച്ചയ്ക്കകത്ത് പങ്കെടുത്ത സംഗീത അയ്യർ എന്ന് പറയുന്നവർ അവർ മനസ്സിലാക്കേണ്ടത് കണ്ണൂരിലെ ഒരു റിയാൻ എന്ന് പറയുന്ന ഒരു 8 വയസ്സുകാരനെ തെരുവുനായ കടിച്ചു കൊന്നു. അത് അവരുടെ മോനായിരുന്നെങ്കിൽ അവർക്ക് എത്രത്തോളം ഇതിനകത്ത് പിന്നെ ഒരു ദുഃഖമുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിനകത്ത് നിരവധിയായ കുട്ടികൾ ആക്രമിക്കപ്പെടുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ അവർക്ക് കളിസ്ഥലത്ത് കുട്ടികൾക്ക് കളിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്നു. ഡൽഹിയിൽ ഉൾപ്പെടെ, ഞാൻ ജീവിക്കുന്ന ഡൽഹിയിൽ ഉൾപ്പെടെ തങ്ങളുടെ ഫ്ളാറ്റുകൾക്കകത്ത് നിന്ന് കളിസ്ഥലങ്ങളിലേക്ക്, ഗ്രൗണ്ടുകളിലേക്ക് പോകാൻ വേണ്ടി ചെറിയ കുഞ്ഞുങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ തെരുവുനായകൾക്കാണ് പ്രാമുഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വരുന്ന ഇവർ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കപിൽ സിബൽ ഉൾപ്പെടെ, ആനന്ദ് ഗ്രോവർ ഉൾപ്പെടെ പിന്നെ ലക്ഷക്കണക്കിന് രൂപ ഒരു സിറ്റിംഗിന്, ആ കപിൽ സിബലിന്റെ ഒരു സിറ്റിംഗിന്റെ ഫീസ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. അങ്ങനെ കോടിക്കണക്കിന് രൂപ വാങ്ങുന്ന പിന്നെ അഭിഭാഷകരാണ് തെരുവുനായകൾക്ക് വേണ്ടി ഹാജരായത്. ഈ ഫണ്ട് എവിടുന്നാണ് വരുന്നത്? ഈ ഫണ്ട് വരുന്നത് ഇന്ത്യയിലെ വാക്സിൻ ലോബിയുടെ ഫണ്ടിംഗ് ആണ്. ആ വാക്സിൻ ലോബിയുടെ ഫണ്ട് വാങ്ങിക്കൊണ്ട് ഇന്ത്യയിലെ തെരുവുനായകൾ കടിച്ചാൽ മാത്രമേ ഈ വാക്സിനുകൾ വിറ്റഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് വാക്സിൻ ലോബി കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകരെ ഇറക്കിക്കൊണ്ട് തങ്ങളുടെ ന്യായം നിരത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സമീപനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണെങ്കിലും കടിക്കാൻ വരുന്ന നായയുടെ മൂട് നമുക്ക് മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന റോഡുകൾക്കകത്തുണ്ടായ അപകടത്തിന്റെ ഭാഗമായി തെരുവുനായ്ക്കളുടെയും മറ്റ് കന്നുകാലികളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള ആക്രമണത്തിന്റെ ഭാഗമായി 2 ജുഡീഷ്യൽ ഓഫീസർമാർ ഉൾപ്പെടെ വളരെ ഗുരുതരമായി പരിക്കേറ്റ് രാജസ്ഥാൻ ഹൈക്കോടതിയിലെ ഗുരുതരമായി പരിക്കേറ്റ് പിന്നെ കഴിയുന്ന സ്ഥിതി സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്ത് വളർന്നു വരുന്ന തങ്ങളുടെ ജഡ്ജിമാർക്ക് അപകടം പറ്റുന്ന സമയത്തെങ്കിലും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തെ സാധാരണക്കാരന്റെ കാര്യങ്ങൾ തിരിച്ചറിയുന്ന രീതിയിലേക്ക് തെരുവുനായ പ്രശ്നം സുപ്രീം കോടതി ഇപ്പോൾ ഒരു സമീപനം എടുക്കുന്നത് വളരെ പോസിറ്റീവാണ്. അതിനകത്ത് ഈ പറയുന്ന മൃഗസ്നേഹികൾ എന്ന് പറയുന്നവർ അവർ മനസ്സിലാക്കേണ്ടത് മനുഷ്യാവകാശങ്ങൾ, മനുഷ്യരുടെയും കുഞ്ഞുങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഞങ്ങൾ ആരും നായ്ക്കളെ കൊല്ലണം എന്നല്ല പറയുന്നത്. പക്ഷെ ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നിങ്ങൾ എന്താ വീട്ടിൽ വളർത്താൻ തയ്യാറാവാത്തത്? നിങ്ങൾക്ക് തെരുവിൽ തന്നെ ഇതിനെ വളർത്തണമെന്നും തെരുവിൽ തന്നെ പാലൂട്ടണമെന്നും തെരുവിൽ തന്നെ ചെയ്യണമെന്നും നിങ്ങൾ ഇതിനെ കൊണ്ടുപോയി വളർത്തുന്നത് നിങ്ങൾ ഈ പറയുന്ന സംഗീത ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യം, അവർ 140ഓളം തെരുവ് നായ്ക്കളെ വീട്ടിൽ പാർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പാർപ്പിക്കുന്ന നിരവധി ഡൽഹിയിലേക്ക് വരട്ടെ, ഞാനൊരു 300 തെരുവ് നായ്ക്കളെ ഞാൻ ഇവിടുന്ന് കൊടുക്കാം. ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു സംഗീതയെ കൊണ്ട് മാത്രം ഇത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് എന്റെ സൊസൈറ്റിക്കകത്ത് പുറത്തുൾപ്പെടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ വന്ന് പിന്നെ പാലൂട്ടി ഇതിന് ബിസ്ക്കറ്റ് കൊടുത്ത് പിന്നെ പോകുന്ന ആളുകൾ, പക്ഷെ കടി കൊള്ളുന്നത് എന്റെ ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങളാണ്. അവരാരും സ്വന്തം സൊസൈറ്റിക്കകത്ത് ചെയ്യുന്നില്ല. സ്വന്തം സൊസൈറ്റിക്കകത്ത് ചെയ്യാതെ മറ്റു സൊസൈറ്റിക്കകത്ത് മറ്റു പ്രദേശങ്ങളിലും വന്ന് തെരുവുനായ്ക്കളെ പാലൂട്ടി പോവുകയും ബിസ്ക്കറ്റ് എടുത്തു പോവുകയും ചെയ്യുന്നവർ ഇവരാരും ഈ പറയുന്ന സംഗീതയെ പോലെയുള്ള ആളുകൾ എല്ലാ സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മൾ തെരുവുനായ്ക്കളെ കൊല്ലണമെന്ന് ആരും പറയുന്നില്ല. പക്ഷെ തെരുവുനായെ നിയന്ത്രിക്കണം, അതിന്റെ അക്രമോത്സുകതയെ നിയന്ത്രിക്കണം. കുഞ്ഞുങ്ങൾക്കും മനുഷ്യനുമാണ് പ്രാധാന്യം. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാകണം. അതിനുശേഷം രണ്ടാമത് മാത്രമേ തെരുവുനായ്ക്കളുടെയും ഒക്കെ ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുള്ളൂ. ശരി, തുടരുക സുഭാഷ് ചന്ദ്രൻ, ഫോണിൽ തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ ജോസ് മാവേലി കൂടി നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ജോസ് മാവേലി, ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ ഇടപെടലുകൾ അത് ആശ്വാസം നൽകുന്നതാണോ? സംസ്ഥാനങ്ങൾക്ക് കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. 2 മാസത്തെ സമയം എന്തൊക്കെ ചെയ്തു എന്ന് അറിയിക്കാൻ നൽകിയിരുന്നു. കേരളം ഉൾപ്പെടെ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പോലും വീഴ്ച വരുത്തിയ സംസ്ഥാനങ്ങളുണ്ട്. കോടതി ഇടപെടലിൽ ഒരു പ്രശ്ന പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടോ?
100% ഇപ്പോഴത്തെ കോടതി വിധി വളരെ ആശ്വാസകരമാണ്. ആ കോടതി വിധി ചെയ്ത ജഡ്ജിമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ആദ്യമായിട്ട്. ഇവിടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ വലിയ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റാണ്. ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇതുപോലെ പറയുന്നുണ്ട്. ഇപ്പൊ സുഭാഷ് ചന്ദ്രൻ സാറിനെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനുവേണ്ടി വാദിക്കുന്നുണ്ട്. മൃഗസ്നേഹികൾ എന്ന് പറയുന്നത് ഒരു സർവേ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ആകെ സർവേ എടുക്കുകയാണെങ്കിൽ കേവലം 1,00,000 പേരുണ്ടാവുള്ളൂ. അതായത് 0.001%. 99.9% ആളുകൾക്കും ഈ മൃഗസ്നേഹികൾക്ക് വേണ്ടി മാറിക്കൊടുക്കണോ? എന്തൊരു കഷ്ടമാണിത്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുതൽ സകല മന്ത്രിമാർക്കും, പ്രത്യേകിച്ച് ഇവിടുത്തെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്നത്തെ കോടതി വിധി അവർക്കൊരു അടി കൊടുത്തിരിക്കുകയാണ്. ചെവിടുത്ത് അടി കൊടുത്തവരെയാണ്. അവർ ഇത് കാണുന്നില്ല. അവരല്ല ഇതിന്റെ ഉത്തരവാദി. പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഉത്തരവാദിയാണ്. ഈ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ 1-2 പേര് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചർച്ചയിലൊന്നും മൃഗസ്നേഹികൾ വേണ്ട. നമുക്ക് വേണ്ടത് ജനാധിപത്യ രാജ്യമാണിത്. ഈ ജനാധിപത്യ രാജ്യം ആണെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കണം. ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഈ തീരാശാപം. എത്രയാ ഇവിടെ പട്ടികൾ പെറ്റുപെരുകണത്. ഇവിടെ 2020 ഒരു സർവേ എടുത്തപ്പോൾ 2 ലക്ഷം തെരുവുപട്ടികൾ ഉണ്ടായുള്ളൂ. ഇന്ന് സർവേ എടുക്കുമ്പോൾ എത്ര ഉണ്ടാവും? 50 ലക്ഷം തെരുവുപട്ടികൾ കേരളത്തിലുണ്ട്. അതുപോലെ എത്രയോ ആളുകളാണ് ഈ തെരുവുപട്ടിയുടെ കടി കൊണ്ട് ദിവസേന ഇങ്ങനെ നരകയാതന അനുഭവിച്ച് കഴിയുന്നത്. ഒരു തെരുവുപട്ടി കടിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരും ജീവിതം ക്ലേശകരമാണ്. തെരുവുനായ കടിച്ച് പേ പിടിച്ച് മരിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വന്നാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. കഴിഞ്ഞ 4-5 മാസം മുമ്പാണ് 3 മാലാക കൊച്ചുങ്ങൾ. ആലോചിച്ച് നോക്കിയാൽ സഹിക്കാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ മറന്നു പോവുകയാണോ? 3 മാലാക കൊച്ചുങ്ങളെ തെരുവ് പട്ടികൾ കടിച്ചു കീറി അവര് പേ പിടിച്ച് മരിച്ച ദയനീയ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായി. ഏതെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും കുറ്റം പറയില്ല, മുമ്പോട്ട് വന്നോ? എല്ലാവരും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് ഇതിനകത്തൊരു അജണ്ടയുണ്ട്. ഇപ്പൊ അഡ്വക്കേറ്റ്, ഞാൻ പേര് പെട്ടെന്ന് പറഞ്ഞു, സുഭാഷ് ചന്ദ്രൻ സാർ പറഞ്ഞ ഒരു വലിയ പോയിന്റ് ഉണ്ട്. എന്താണ് പോയിന്റ്? ആ പോയിന്റ് പറയണത് ഇവിടെ ഒരു ലോബിയുണ്ട്. ഈ തെരുവ് പട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ലോബിനെ ഇറക്കിവിട്ടുണ്ട്. വാക്സിൻ കമ്പനി ലോബികൾ. അവരാണ് ഈ തെരുവുനായ സ്നേഹി എന്ന് പറഞ്ഞ് നടക്കുന്നത്. അവർക്ക് വേണ്ടി എന്തിനാ വാദിക്കണേ? മനുഷ്യർക്കല്ലേ ഇവിടെ ജീവിതം വേണ്ടത്. അങ്ങനെ വാദിക്കുന്നവരെ എന്തുകൊണ്ട് ആടിനെ കൊല്ലുമ്പോൾ ആടിനെ കഴുത്തറുത്ത് കൊല്ലുക അല്ലേ? എവിടെ പ്രദർശിപ്പിച്ചാൽ കൊല്ലണത്? എത്രയോ സ്ഥലത്ത് ആടിനെ കൊന്ന് എങ്ങനെ പ്രദർശിപ്പിച്ചിട്ടാണ്? ഇവരാരും കാണുന്നില്ലല്ലോ. പാവം നല്ലൊരു ആടിനെ കൊന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ എന്തൊരു വെള്ളരിക്കപ്പെട്ടതാണ്. 1997 ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കറുകുറ്റി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു. അന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ വരുന്ന പട്ടികളെ ഞങ്ങൾ അവിടെ കൊല്ലുന്നതിന് വേണ്ടി പട്ടിപ്പിടുത്തക്കാരെ ഏൽപ്പിച്ചിട്ടായിരുന്നു. ഒരു പട്ടിയെ കൊന്നാൽ 50 രൂപയുടെ അന്ന് ആ പട്ടിപ്പിടുത്തക്കാർക്ക് കൊടുത്തിരിക്കുക. അത്രയ്ക്ക് നിസ്സാര സംഭവങ്ങളാണ്. പിന്നീട് മേനകാഗാന്ധി 2002 എന്തോ ഒരു നിയമം കൊണ്ടുവന്ന് മേനകാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ തെരുവ് പട്ടി സ്നേഹികളൊക്കെ വന്ന് ഒരു സുപ്രീം കോടതിയിലെ വലിയ വക്കീൽമാരൊക്കെ വെച്ച് വാദിച്ച് ഈ മൃഗസ്നേഹികൾക്ക് വേണ്ടിയും അവരുടെ തെരുവുനായ പേവിഷബാധ കമ്പനികൾക്ക് വേണ്ടിയും വാദിച്ച് തെരുവുപട്ടികളെ ഷെൽട്ടർ ആക്കണ്ട, അവരെ കൊല്ലണ്ട, അവർക്ക് ഇങ്ങനെ റോഡിൽ അലിഞ്ഞു നടക്കട്ടെ എന്ന രീതിയിലൊരു തീരുമാനം കൊണ്ടുവന്നത്. അപ്പോൾ ഒരു തെരുവ് പട്ടി ആകപ്പാട് ചെയ്യുന്നത് ABC റൂളാണ്. എന്ത് ABC റൂൾ? എന്ത് വന്ധീകരണം? എന്തെങ്കിലും നടപ്പിലാക്കാൻ പറ്റുണ്ടോ? ഇപ്പോൾ ഒരു പട്ടിയെ ABC റൂൾ പ്രകാരം വന്ധീകരിച്ച പട്ടികളൊക്കെ വീണ്ടും പ്രസവിക്കുകയാണ്. ഒരു പെൺപട്ടി ഒരു വർഷം 3 തവണയെ പ്രസവിക്കണേ. എത്രയാണ് പ്രസവിക്കണേ? 10-15 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കൂട്ടണേ. എവിടെ നോക്കിയാലും തെരുവ് പട്ടികൾ പ്രസവിച്ച് നടക്കുകയാണ്. എവിടെ പോയി വന്ധീകരണം? എവിടെ പോയി ABC? എത്ര കോടി രൂപ അതിനുവേണ്ടി പാഴ് ചെലവാക്കിയത്? ഇവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷൊക്കെ പറയുന്നത് എന്താണ്? ഇവിടെ സുപ്രീം കോടതി ഇല്ല പറയാണ്ട് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ഇവർക്ക് സാധ്യമല്ല എന്നാണ്. എന്തൊരു വെള്ളരിക്കപ്പെടണ? ഇവിടെ വേണ്ട വനപ്രദേശമല്ലേ? ഇവർക്ക് മനസ്സ് വിചാരിച്ചാൽ ഇതൊക്കെ വെറും എളുപ്പമല്ലേ? ഈ വനപ്രദേശങ്ങൾ കൊണ്ടുപോയി ഡോഗ് പാർക്കുകൾ സൃഷ്ടിക്കാൻ പാടില്ലേ? വിദേശ രാജ്യങ്ങളിൽ എന്താണ്? വിദേശ രാജ്യങ്ങളിലൊക്കെ ഡോഗ് പാർക്കുകളില്ലേ? ഇനി ഇവിടെ ജനവാസം കൂടുതലാണെങ്കിൽ നമ്മുടെ വനപ്രദേശം കൊണ്ടുപോയി ഷെൽട്ടർ ആക്കണം, അവിടെ ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കണം. എത്ര ഈസിയാണ്. അതിനൊക്കെ ഞങ്ങൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ്. സാമ്പത്തികമായിട്ട് അവർക്ക് സർക്കാരിന് പൈസ ഇല്ലെങ്കിൽ നല്ല നല്ല ആൾക്കാർ ഇവിടെ സ്പോൺസർ ചെയ്യാൻ റെഡിയാണ്. ഈ തെരുവുപട്ടികൾ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കണം. അതിനുവേണ്ടി ശബ്ദം ഉയർത്തുന്നത് നമ്മളെല്ലാവരും. കഴിഞ്ഞ ദിവസം നൽകിയ സത്യവാങ്മൂലത്തിൽ കേരളം എന്തൊക്കെയാണ് കേരളത്തിന്റെ ബുദ്ധിമുട്ടുകൾ, കേരളം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ജനസാന്ദ്രതയേറിയ സംസ്ഥാനമാണ്. അവിടെ സ്ഥലം കണ്ടെത്തുക ബുദ്ധിമുട്ടുകളാണ്. ഈ ഡോഗ് പൗണ്ടുകൾ സ്ഥാപിക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ സാഹചര്യത്തിൽ അതീവ ദുഷ്കരം എന്ന ഒരു സാഹചര്യമാണ് സുപ്രീം കോടതി ഇപ്പോൾ ബോധിപ്പിച്ചിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ശ്രീ ഏഞ്ചൽ നായർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം റാന്നി സ്വദേശിയായ അഭിരാമി 12 വയസ്സുള്ള ഒരു കുഞ്ഞുമകളായിരുന്നു.
അവൾക്ക് തെരുവുനായ കടിയേറ്റിട്ടാണ് മരണം സംഭവിക്കുന്നത്. ആ കുട്ടിയുടെ അമ്മയുൾപ്പെടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ ഇതിൽ ഹർജി ചേർന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഈ നായകളെയൊക്കെ കൊന്നു കളയണമെന്നാണ്. അപ്പോൾ ഒരു നഷ്ടം സംഭവിച്ചവർക്ക് മാത്രമേ ഈ ദുരിതം എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാകൂ. പുറമേ ഇരുന്ന് ചർച്ചകളിലൂടെയോ അല്ലാതെയോ ആരുടെയെങ്കിലും ഇപ്പോൾ ലോബിയിങ് എന്നുൾപ്പെടെയുള്ള ആരോപണം വരെ ഇവിടെ ഉയർന്നു കഴിഞ്ഞു. അവർക്ക് പറയാം, സ്നേഹം കൊണ്ടും ഇതുങ്ങളെ സംരക്ഷിക്കണം എന്നതുകൊണ്ടും പറയുന്നവരുമുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ ദുരിതം അനുഭവിക്കുന്നവരുടെ വേദന കൂടി മനസ്സിലാക്കേണ്ടേ? അതിലേക്കല്ലേ കോടതി വിരൽ ചൂണ്ടുന്നത്? അതെ, ഈ ദുരിതം അനുഭവിക്കുന്നത് ഈ പട്ടി മാത്രമല്ല ഇവിടെ കടിക്കുന്നുള്ളൂ. ഈ വർഷം ഈ വർഷം ഈ കഴിഞ്ഞ 2025 5 കുട്ടികൾ സ്കൂൾ ബസ് ഇടിച്ചിട്ടാണ് മരിച്ചിരുന്നത്. സ്കൂളിൽ പോകുന്ന വഴി സ്കൂൾ ബസ് കയറിയിട്ട് ഓട്ടോറിക്ഷ, ആ സ്കൂളിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് അതിനകത്ത് ഈ ഓട്ടോറിക്ഷയുടെ കേസ് അത് പട്ടിയുടെ മുകളിലേക്ക് ഇട്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഈ 5 കുട്ടികളുടെ ജീവന് വിലയില്ലേ? ഈ അഭിരാമി എന്ന കുട്ടിക്ക് വാക്സിനാണ് എടുത്തിരുന്നത്. ഈ വർഷം മരിച്ചിരിക്കുന്നത് 5 ഈ കഴിഞ്ഞ മനസ്സിലായില്ല ശ്രീ ഏഞ്ചൽ നായർ, താങ്കൾ എന്താണ് പറഞ്ഞത്? വാഹന അപകടങ്ങളെ ഇതിനോട് കൂട്ടിക്കെട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൂട്ടിക്കെട്ടിക്കോളൂ. നിങ്ങൾക്ക് ജീവനല്ലേ വലുത്? അത് ജീവനല്ലേ? ആ കുട്ടികളുടെ ജീവൻ എന്താ? ജീവന് വിലയില്ലേ? ഈ ഓരോ ജീവനും വിലയുള്ളതാണ്. പക്ഷേ ശ്രീ ഏഞ്ചൽ നായർ നോക്കൂ, ഇങ്ങനെ മുട്ടാപ്പോക്ക് പറഞ്ഞല്ലോ ഒരു വിഷയത്തെ നമ്മൾ അഡ്രസ് ചെയ്തത്. താങ്കളുടെ ഇനിയുള്ള ജീവിതത്തിൽ ഈ ഓട്ടോറിക്ഷ ഒഴിവാക്കാൻ പറ്റുമോ? ഏതെങ്കിലും മോട്ടോർ വാഹനങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ? അപകടം ഉണ്ടാകുമെന്ന് പേടിച്ച് താങ്കൾക്ക് അതിലേതെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? അത് മനുഷ്യ സമൂഹത്തിന് സാധ്യമായിട്ടുള്ള കാര്യമാണോ? അത് മനുഷ്യ സമൂഹത്തിന് സാധ്യമായിട്ടുള്ള കാര്യമാണോ? അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആർക്കെന്ത് ഛേദം? ഞാൻ മുട്ടാപ്പോക്കല്ല. ഈ 5 ജീവന് വിലയില്ലേ? ഈ 5 ജീവന് വിലയില്ലേ? ഈ ഇതിനകത്ത് പല കുട്ടികളും വാക്സിൻ എടുത്തവരാ. ഈ വാക്സിൻ എന്നുള്ളത് തട്ടിപ്പ. ഇന്ത്യയിൽ ഇപ്പോ വന്നിരിക്കുന്ന വാക്സിൻ വ്യാജ വാക്സിനാണ്. നവംബർ 1, 2023 മുതലുള്ള വാക്സിനുകൾ, അഭിയാഗ് എന്ന് പറയുന്ന വാക്സിനുകൾ, റാബിസ് വാക്സിൻ എന്ന് പറയുന്നത് വ്യാജനാണ് എന്ന് ആസ്ട്രേലിയൻ ഗവൺമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴും ഇത് മനസ്സിലാക്കിയിട്ടില്ല. അത് കുത്തിവെച്ചവരൊക്കെ മരണപ്പെടുക ചെയ്തത്. എന്തുകൊണ്ട് നിങ്ങൾ ചാനൽ ചർച്ച നടത്തിയില്ല? നിങ്ങൾ ഏത് പത്രത്തിലാണ് അത് വന്നിരിക്കുന്നത്? ആസ്ട്രേലിയൻ ഗവൺമെന്റ് അത് നിരോധിക്കുകയല്ല, ആസ്ട്രേലിയൻ പൗരന്മാർക്ക് വാണിംഗ് കൊടുത്തു, ഇന്ത്യയിൽ നിന്നും വാക്സിൻ എടുക്കരുത്, കാരണം ഇവിടെയുള്ളത് വ്യാജനാണ്. എന്തുകൊണ്ട് വാക്സിൻ ഫെയിലിയർ ഉണ്ടായോ എന്ന ആ ഘട്ടത്തിലൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നതാണ്. പക്ഷേ നമുക്കറിയാം, ഇത് വാക്സിൻ എടുത്തു എങ്കിൽ പോലും ഏതെങ്കിലും ബ്രെയിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ, കൈവെള്ളയിൽ, തലയിൽ, മുഖത്ത്, ചെവിയിൽ ഒക്കെ കടിയേൽക്കുകയാണെങ്കിൽ വാക്സിൻ എടുത്താലും ഒരുപക്ഷെ ബലം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള കേസുകളുണ്ട്. അത് ഡോക്ടർമാർ വിശദീകരിച്ചിട്ടുണ്ട്, അധികാരപ്പെട്ടവർ വിശദീകരിച്ചിട്ടുണ്ട്. വാക്സിൻ ഫെയിലിയർ അല്ല എന്നത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ അധികാരപ്പെട്ടവരല്ല, കള്ള വാക്സിൻ ഇറക്കിയവരാണ് അതിനെ ന്യായീകരിച്ചത്. അവർക്കറിയാം ഇത് വാക്സിനല്ല, വൈറസാണ് കുത്തിയിരിക്കുന്നത്. ഈ കുട്ടികൾ മരിച്ചു പോകണം എന്നുള്ള ആവശ്യം ഈ കേരള ഗവൺമെന്റിന്റെ അടക്കമായിരുന്നു. എന്തുകൊണ്ട് ഇന്നേ വരെ ഈ വാക്സിനെ കുറിച്ചിട്ട് ആസ്ട്രേലിയൻ ഗവൺമെന്റ് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ആ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ കുടുംബം കൂടി കാണുന്നുണ്ടാകും ഈ ചർച്ച എന്നത് താങ്കൾക്ക് ബോധ്യമുണ്ടല്ലോ. എന്തെങ്കിലും തെളിവുള്ള, എന്തെങ്കിലും ബോധ്യമുള്ള കാര്യങ്ങളാണോ? മരിച്ചിരിക്കുന്നത് ആ കുട്ടികളെ കൊന്നു ഈ പട്ടി കടിക്കുകയല്ല ചെയ്തത്. വാക്സിൻ കമ്പനികൾക്ക് വേണ്ടിയിട്ട് വാക്സിൻ ചെലവാക്കാനുള്ള തന്ത്രങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടി കടിക്കണം, പട്ടികൾക്ക് എതിരെ, തെരുവുനായകൾക്കെതിരെ മനുഷ്യനെ തിരിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഈ വാക്സിൻ കമ്പനികൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഹോസ്റ്റൈലാക്കുക, ഈ തെരുവുനായകളെ ഹോസ്റ്റൈലാക്കുക, അവർക്കെതിരെ ജനങ്ങളുടെ മനോവികാരം എത്തിക്കുക. അത് പിന്നെ പിള്ളേർ കല്ലെടുത്ത് എറിഞ്ഞോളും, അത് വന്ന് കടിച്ചോളും. നിങ്ങളിപ്പോൾ കുറേ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഇതേവരെ ശ്രദ്ധിച്ചിട്ടില്ല. മാങ്കൊമ്പിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരാള് ഓട്ടോറിക്ഷ, തെരുവുനായ വട്ടം ചാടി ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ തെരുവുനായ ഒരു കടത്തിനിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന തെരുവുനായെ മറ്റൊരാൾ വന്ന് ഓടിക്കുക ചെയ്ത്. അതാണ് ജീവനും കൊണ്ട് ഓടി ഒരു ഓട്ടോറിക്ഷയുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്ന വീഡിയോയുടെ ഈ അവസാനം ഭാഗം മാത്രം പോരാ. അത് ഈ തെരുവുനായ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്ന നായകളാ. എന്തുകൊണ്ട് ഈ പെറ്റ് ഷോപ്പും
ഈ ബ്രീഡേഴ്സിനെ നിരോധിക്കാൻ ഈ കോടതി ഇതേവരെ പറഞ്ഞിട്ടില്ല. ഈ കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? വേണം, അവിടെ തെരുവ് നായകൾ കൂടണം, ബ്രീഡേഴ്സ് വേണം. അതിനെ ഈ ബ്രീഡേഴ്സ് പട്ടികളെ അങ്ങനെ ഉപേക്ഷിക്കുന്നവരുണ്ടാകാം. അത് കർശനമായും തടയണം. ചിപ്പ് ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്താനും അതിന് നിയന്ത്രണം വരുത്താനും ഒക്കെയുള്ള നടപടികളുണ്ട്. പക്ഷെ അത് ഫലവത്തല്ല. പലയിടങ്ങളിലും ചിപ്പ് ലഭ്യമല്ല. ഞാൻ ഒരു വളർത്തുനായെ വളർത്തുന്നുണ്ട്. വളർത്തുനായ്ക്കളെ അല്ലെങ്കിൽ ബ്രീഡിംഗ് പെറ്റ് ഷോപ്പുകൾ നിരോധിച്ചുകൊണ്ട് പറ്റുമോ? മനുഷ്യന് പല വിധത്തിൽ ആശ്വാസമാകുന്ന, സ്നേഹം നൽകുന്ന, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ജീവികളാണല്ലോ ഈ നായ്ക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ എത്രയോ വീടുകളിൽ അരുമയായി ആ നായ്ക്കൾ വളരുന്നുണ്ട്. അവയെക്കുറിച്ചല്ലല്ലോ നമ്മുടെ ചർച്ച. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഇതുപോലെയുള്ള നായ്ക്കൾ മനുഷ്യന് ജീവന് ഭീഷണി വരുത്തുന്ന നായ്ക്കളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പെറ്റ് ഷോപ്പ്, ബ്രീഡിങ് അതൊക്കെ നിർത്തിയാൽ ഇതിന് പരിഹാരമാകുമോ? തെരുവിലുള്ള നായ്ക്കൾ ഇല്ലാണ്ടാകുമോ? അല്ലെങ്കിൽ ആക്രമണം കുറയുമോ? ആളുകളെ ആക്രമിക്കാതിരിക്കുമോ? എന്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ 50% നായ്ക്കൾ ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കളാണ്. അതെ അതെ, നിത്യം റെസ്ക്യൂ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഉപേക്ഷിക്കപ്പെടുന്നുണ്ട് എന്നൊരു സംഭവമുണ്ട്. അത് കർശനമായ നിയന്ത്രണം വേണം. നമുക്കറിയാം കോവിഡിന് ശേഷമൊക്കെ അഡോപ്റ്റ് ചെയ്ത് കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ചും തെരുവിലേക്ക് വിടുന്ന ഒരുപാട് നായ്ക്കളെ നമ്മൾ നിത്യം റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അതെ, അത്തരം സംഭവങ്ങളുണ്ട്. അത് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ബ്രീഡേഴ്സിനും തീർച്ചയായിട്ടും ഗവൺമെന്റ് കൺട്രോൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, കർശന നിയന്ത്രണങ്ങൾ വേണം. അത് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കണം. അതിന് ചിപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചാൽ അതൊരു ഫലവത്തായ മാർഗമാണ്. പക്ഷെ അത് പ്രാവർത്തികമല്ല. അത് നമുക്ക് അഡ്രസ് ചെയ്യാം. കൊണ്ടുവേണം നിങ്ങൾ ഡിബേറ്റ് ചെയ്യാനായിട്ട്. അതിനൊരു സംവിധാനം ഗവൺമെന്റിന് ഇല്ല. ഗവൺമെന്റിന് ഒന്നിനും ഒരു സംവിധാനം ഇല്ല. സംവിധാനം ചെയ്തുകൊണ്ട് ഷെൽട്ടർ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും പാർപ്പിക്കുക. ആ പാർപ്പിക്കുന്ന നായ്ക്കളെ അതിന് നല്ല രീതിയിൽ നോക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ഒരു 5-6 കെനലുള്ള ഒരു സ്റ്റെറിലൈസേഷൻ യൂണിറ്റ് ട്രിവാൻഡ്രം കോർപ്പറേഷന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യതയില്ല. ഇത്രയും ജോലിക്കാർ ഉള്ള ഒരു ട്രിവാൻഡ്രം കോർപ്പറേഷന് ഒരു 5-6 കെനലുള്ള ഒരു ചെറിയ പേട്ടയിലുള്ള ഒരു സ്റ്റെറിലൈസേഷൻ യൂണിറ്റ് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം അവർക്കില്ല, അല്ലെങ്കിൽ ഒരു കഴിവ് അവർക്കില്ല എന്ന് തന്നെ ഞാൻ പറയേണ്ടതിരിക്കുന്നു. അതിലും വേറൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എൻ്റെ അടുത്തുണ്ട് അതിന്റെ വീഡിയോ. അവർ അത് അനിമൽ ക്രൂവാലിറ്റിയാണ്. അതെന്താ? ജീവനല്ലേ? എല്ലാം ജീവനാണ്. എല്ലാം ഒരേപോലെ. അക്രമാസക്തമായിട്ടുള്ള നായ്ക്കളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ തെരുവിൽ നിന്ന് മാറ്റാം, അതൊക്കെ ചെയ്യാം. പക്ഷേ എങ്കിൽ ഒന്നടക്കം ഇതിനെ ഒന്നുമില്ല, കൊല്ലണം, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കോ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല സൊസൈറ്റിയിൽ. കൊന്നു കളയണം എന്ന ഒരു നിലപാട് ഇപ്പോഴും ആരും പറഞ്ഞിട്ടില്ല. കോടതി പോലും അത് പറയുന്നില്ല. കോടതി എങ്ങനെ ഈ പ്രശ്നം അഡ്രസ് ചെയ്യാം എന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തിമ ഉത്തരവുകൾ നൽകിയിട്ടില്ല. കോടതി ഇതിൽ നൽകിയിട്ടുള്ളത് ഒരു ഇടക്കാല ഉത്തരവാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് പൊതു ഇടങ്ങളിൽ നിന്ന് ഇവയെ നീക്കണം എന്നതാണ്. അത് കൊന്നുകളയാനുള്ള ഒരു ഉത്തരവല്ല കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. ഗവൺമെന്റിന് ഷെൽട്ടർ ഫെസിലിറ്റി ഉണ്ടോ? അതിനെ കുറിച്ചാണല്ലോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത്, കോടതിയിൽ നൽകിയിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത് സംസ്ഥാനത്ത് ഈ കാര്യങ്ങളിൽ വലിയ പരിമിതികളുണ്ട് എന്നതാണ്. തലശ്ശേരിയിൽ ഉൾപ്പെടെ ഈ ഷെൽട്ടർ ഹോമുകൾ തുറന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയലാണോ എന്നത് നമുക്ക് പരിശോധിക്കാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ VKP മോഹൻകുമാർ, നോക്കൂ, വെറ്റിനറി സർജനാണ് അദ്ദേഹം. ഇവിടെ ഇപ്പോൾ കോടതി ഈ വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. നമുക്കറിയാം, അതിനും എത്രയോ മുമ്പ് തന്നെ നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഇത് വിഷയമായി വരികയും വലിയ ചർച്ചയുണ്ടാവുകയും ഇടപെടലുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പോഴും കോടതിക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്? സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അത് നടപ്പാക്കാൻ പറയുക എന്നതാണ്. ഇടക്കാല ഉത്തരവിലും കോടതി അതാണ് ചെയ്തിരിക്കുന്നത്. പൊതു ഇടങ്ങളിൽ നിന്ന് ഇവറ്റകളെ മാറ്റുക എന്ന് പറയുന്നു. അപ്പോൾ കേരളം നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നു, ഇന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുന്നുണ്ട്, ഇതിന്റെ എണ്ണമെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഏതെങ്കിലും തലത്തിൽ ലക്ഷ്യം കാണുന്ന നടപടികളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? താങ്കൾക്ക് എന്താണ് അതിലുള്ള പ്രതീക്ഷ? ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ അതില് സംഘടന വളരെ മുന്നിൽ തന്നെ ഏകദേശം ഒരു 5-8 മാസം മുമ്പ് തന്നെ വ്യക്തമായിട്ടുള്ള നിലപാട് സർക്കാരിലേക്കും എല്ലാം നൽകിയിട്ടുണ്ട്.
അതിന് ചില ഒന്ന് രണ്ട് ശാസ്ത്രീയ വശങ്ങളുണ്ട്. അത് മാത്രം ഞാൻ പറയുക. ബാക്കിയെല്ലാം ഇവിടെ എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിൽ ഒന്ന് രണ്ട് ശാസ്ത്രീയത കുറവ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ഒരു പ്രൊഫഷണൽ ബോഡി എന്ന നിലയിൽ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ശാസ്ത്രീയത കുറവുകളുണ്ട്. ഇത് നമുക്ക് ഇതൊരു ബേസിക് ആയിട്ട് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടു തരം ഡോഗ്സ് ഉണ്ട്. ഡോഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്പാനിയനാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പല കോവിഡ് കാലത്തൊക്കെ നമ്മുടെ കുട്ടികളുടെ ഒറ്റയ്ക്കുണ്ടായിരുന്ന സമയത്ത് അവരുടെ കമ്പനിയനായിരുന്നു ഈ ഡോഗ്സും കാറ്റും എല്ലാം. അപ്പൊ അവര് നമ്മുടെ കൂടെ വളരേണ്ട ആൾക്കാരാണ്. ഒരു വെറ്റിനറിയൻ എന്ന നിലയിൽ അല്ലെങ്കിൽ വെറ്റിനറി കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്കിതിനെ ഒരിക്കലും വേറെ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഡോഗ്സിനെ മാത്രം പറ്റി പറയുകയാണെങ്കിൽ ഇത് രണ്ടു തരം ഡോഗ്സ് ഉണ്ട്. ഓൺ ഡോഗ്സും ഉണ്ട്, കമ്മ്യൂണിറ്റി ഡോഗ്സ്. അപ്പൊ ഈ ഒരു പ്രശ്നം ശരിയായ രീതിയിൽ പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും, ശാസ്ത്രീയമായി ശ്രദ്ധിച്ചേ പറ്റും. അതിലൊരു വൈകാരികതയ്ക്ക് പുറമെ ഒരു വിവേകമാണ് ഇതിൽ ആവശ്യമുള്ളത്. അപ്പൊ നമുക്കൊരു ഓൺ ഡോഗ് എന്ന് പറയുകയാണെങ്കിൽ അതിന് നേരത്തെ മേഡം പറഞ്ഞ പോലെ തെരുവിലുള്ള നായ്ക്കൾ വരുന്നത് വീടുകളിൽ നിന്നാണ്. ഓഫ് കോഴ്സ് ശരിയാണ്. അപ്പൊ അതിന് ശരിയായ രീതിയിൽ ഒരു ഓണർഷിപ്പും വാക്സിനേഷനും ലൈസൻസിങ്ങും മൈക്രോ ചിപ്പിങ്ങും എല്ലാം വേണം. പക്ഷെ ഇവര് പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള സൗകര്യം അതിന് വേണം. അപ്പൊ ഓൺ ഡോഗിന്റെ ഒരു പ്രശ്നം നടത്തിയിരിക്കാം. രണ്ടാമതുള്ള നമ്മളെ കമ്മ്യൂണിറ്റി ഡോഗാണ്. ഇപ്പൊ സ്ട്രേ ഡോഗ് എന്നല്ല പറയാം, കമ്മ്യൂണിറ്റി ഡോഗ്. ഞങ്ങൾ അങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു. അപ്പൊ അതിനെ ആദ്യം നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഡോഗിനെ നമ്മൾ മിനിമൈസ് ചെയ്യണമെങ്കിൽ എന്തായാലും തെരുവിലല്ല നായ വളരുന്നത്. അത് നിസ്സംശയം പറയേണ്ട ഒരു കാര്യമാണ്. തെരുവിലല്ല വളരുന്നത്. ഇപ്പൊ നമ്മുടെ ആനിമൽസ് എല്ലാം തെരുവിലല്ല വളരുന്നത്, നമ്മുടെ വീടുകളിലല്ലേ, നമ്മുടെ കമ്പനിയനായിട്ടല്ലേ. ആ രീതിയിൽ വേണം ഇതിനെ വളരാൻ. അപ്പൊ ആദ്യം ഇതിനെ ക്യാച്ച് ചെയ്യേണ്ടിയിരിക്കും. ക്യാച്ച് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു വിഷമം പിടിച്ച കാര്യം. എന്നുവെച്ചാൽ പലപ്പോഴും ക്യാച്ച് ചെയ്യുമ്പോൾ വളരെയധികം ഡൊസൈലായിട്ടുള്ള ആനിമൽസിനെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അക്രമകാരികളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വിളവന്മാരായിട്ടുള്ള ആൾക്കാരെ ഡോഗ്സിന് നമുക്ക് കിട്ടില്ല. അവർ ഓടിപ്പോകും. 1-2 ദിവസം കഴിഞ്ഞാൽ ഈ ക്യാച്ചേഴ്സിന്റെ മണം കാണുമ്പോൾ തന്നെ ഇതെല്ലാം സ്ഥലം വിടും. ആ ക്യാച്ചിങ്ങിൽ ഒരു ബുദ്ധിമുട്ട്. രണ്ടാമത്തെ ഇതിനെ ഷെൽട്ടർ ചെയ്യാം. ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഷെൽട്ടർ ചെയ്യാൻ കേരളത്തെ പോലെയുള്ള ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മിനിസ്റ്റർ പറഞ്ഞതിൽ തെറ്റ് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മുടെ അടുത്തൊരു ഷെൽട്ടറിംഗ് സെന്റർ വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ ഇപ്പൊ നേരത്തെ മാഡം പോലുള്ള ഇതിനോട് സഹാനുഭൂതിയുള്ള കുറെ അനിമൽ ലവേഴ്സ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ കുറെ പേര് ഇതിനെ സമ്മതിക്കില്ല. അതിന്റെ ശബ്ദവും എന്തായാലും തീർച്ചയായിട്ടും അവിടെ ഒരു ബഹളവും ശബ്ദവും ഒക്കെ ഉണ്ടാവും, ചെറിയ രീതിയിലുള്ള മണവും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഷെൽട്ടറിംഗ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് കേരളത്തെ പോലുള്ള ജനസാന്ദ്രത കൂടിയുള്ള ഒരു സ്ഥലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അതാണ് രണ്ടാമത്തെ അതിലെ ക്യാച്ച് ചെയ്യണം, ഷെൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ABC എന്ന് പറയുന്നത് സ്ഥാനത്തിലേക്ക് പോകാൻ. ഇതിനെപ്പറ്റി വളരെയധികം ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ABC എന്ന് പറയുന്നത് ആനിമൽ കൺട്രോളിന് അല്ലെങ്കിൽ ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന പ്രോഗ്രാം തെരുവ് നായ പ്രശ്നത്തിനുള്ള ഏക പരിഹാരമാണെന്നുള്ള ഒരു ചിന്തയാണ് പലർക്കും ഉള്ളത്. അത് തികച്ചും തെറ്റായ ഒന്നാണെന്നുള്ളത് പറയേണ്ടി വരും. ABC എന്ന് പറയുന്നത് ABC സക്സസ് ആവണമെങ്കിൽ ഈ നായ്ക്കളുടെ പ്രജനന കാലത്ത് അത് ഇന്റൻസീവായിട്ട് ചെയ്യും. ഇപ്പൊ ചെയ്യുന്ന രീതിയിലും ചെയ്താൽ പോരാ. അതായത് ഇപ്പൊ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരു വണ്ടിയെ നമ്മൾ 10 കിലോമീറ്റർ വേഗതയിൽ ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൂടെ എത്താൻ പറ്റും? ഇല്ല. അപ്പൊ ഇന്റൻസീവായിട്ട് ഇതിന്റെ പ്രജനന കാലത്ത് ഇത് ചെയ്യണം. അപ്പൊ അതിനിപ്പോൾ ഉള്ള നിയമങ്ങളൊന്നും പോരാ. ഇപ്പോ AWEയുടെ നിയമപ്രകാരം ഏകദേശം 2000 സർജറി ചെയ്ത ഒരാൾക്ക് ഒരു വെറ്റിനറിയനെ ഇത് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് സർക്കാർ ആശുപത്രികളായിരിക്കും. സർക്കാർ ആശുപത്രികളിൽ ബാക്കി ആനിമൽസിനെ എല്ലാം നോക്കുന്നതിനിടയിൽ നമുക്ക് ഒരിക്കലും ABC ചെയ്യാൻ പറ്റുകയില്ല. അവിടെ ഷെൽട്ടർ ചെയ്യാൻ പറ്റുകയില്ല. അവിടെ ഷെൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആനിമൽസിൽ നിന്ന് ബാക്കി ആനിമൽസിനെ അസുഖം വരാനും മനുഷ്യന് പോലും അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് വേറൊരു സംവിധാനം കണ്ടെത്തണം. അപ്പൊ ഷെൽട്ടറിങ് ABC എന്ന് പറയുന്ന കാര്യം വളരെ എക്സ്പെൻസീവ് ആയതുള്ളതും വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഗവൺമെന്റ് പറഞ്ഞതിൽ തെറ്റ് പറയാൻ പറ്റില്ല. മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ക്യാച്ച് ചെയ്തു, ഷെൽട്ടർ ചെയ്തു, അതിനെ ABC ചെയ്തു, പിന്നെ അതിനെ അഡോപ്ഷനാണ്. ഇപ്പൊ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 9 ലക്ഷം തെരുവ് നായ്ക്കളെയും അതായത് കമ്മ്യൂണിറ്റി ഡോഗ്സിനെയും അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ മാഡം തന്നെ ഏകദേശം 140ഓളം നായ്ക്കളെ അഡോപ്റ്റ് ചെയ്ത് നന്നായി നോക്കുന്നു എന്നാണ് പറയുന്നത്. ഒരാള് അഡോപ്ഷൻ തയ്യാറായി വരികയും അവിടുത്തെ ആനിമൽ ലവേഴ്സ് വരികയാണെങ്കിൽ ഇത് വളരെ വളരെ നന്നായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതാണ് ഇപ്പൊ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇതിന്റെ നിയമങ്ങൾ മാറി വരണം. അതിന് ആവശ്യമായുള്ള നിയമനിർമ്മാണത്തിന് കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ സഹകരിക്കാൻ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ
തയ്യാറാണ് എന്തായാലും. പിന്നെ ഒന്ന് വാക്സിനേഷനാണ്. രണ്ടാമത്തെ ഒരു അശാസ്ത്രീയത ഞാൻ എടുത്തു കാണിച്ചത് ആദ്യത്തെ ABC ആണ്. ABC നമുക്ക് ഒരിക്കലും ABC കൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ ഈ സ്റ്റേ ഡോഗ് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല. രണ്ടാമതൊന്ന് വാക്സിനേഷൻ. നിങ്ങൾ ഒന്ന് മനസ്സിൽ കാണും. അതായത് നമ്മളൊരു തെരുവില് ഒരു 10 നായകളുണ്ടെന്ന് വിചാരിക്കാം. അതിനെ പുറമേ നിന്ന് വരുന്ന ഒരു സ്റ്റേ ഡോഗ് അല്ലെങ്കിൽ റാബിറ്റ് ഡോഗ് കടിച്ചു എന്ന് വിചാരിക്കുക. ഒരു കടിച്ചു. ഈ 10 നായകൾക്കും പിന്നെ നമ്മൾ ചെയ്യുന്നത് അതിനെ പിടിച്ച് 1-2 ഇഞ്ചക്ഷൻ കൊടുത്ത് വിടുകയാണ്. അതൊരിക്കലും സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ അങ്ങനെയാണ്. അത് മാറി അതിന് 0, 3, 7, 14, 28 ദിവസങ്ങളിലെ വാക്സിനേഷൻ ഇപ്പൊ നിലവിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് അത്തരത്തിലുള്ള വാക്സിനേഷൻ ചെയ്താൽ മാത്രമേ അത് ഇമ്മ്യൂൺ ആവുന്നു. അതിന് പകരം നമ്മൾ 1-2 വാക്സിനേഷനിൽ ഒതുക്കുകയാണ്. എന്നുവെച്ചാൽ തെരുവുള്ള നായ്ക്കളെ പിന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിലൊരു വലിയൊരു അശാസ്ത്രീയത നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് റാബിറ്റ് ഡോഗ് വീണ്ടും കാരണം അത് ഇല്ലാതിരിക്കുകയാണ്. പക്ഷെ ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു അവസരം നമുക്ക് വരാം. അപ്പൊ ഡോക്ടർ കേൾക്കാൻ വേണ്ടേ? കാരണം നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡോഗ്സ് ആണെങ്കിൽ പോലും അവർക്ക് ദേഷ്യം വന്നാൽ അവ കടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് കടിക്കും. ദേഷ്യമോ അല്ലെങ്കിൽ അവർ ഇറിറ്റേറ്റഡ് ആവുമ്പോഴോ കടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ വാക്സിനേറ്റ് ചെയ്ത ഡോഗുകൾ തെരുവിലുണ്ട് എങ്കിൽ പോലും ഈ ആക്രമണം കുറയില്ല എന്നൊരു സാഹചര്യമില്ലേ? അത് ABC ചെയ്താലും ആക്രമണം കുറയില്ല. CBC ചെയ്താലും ആക്രമണം കുറയുന്നില്ല. റാബിഡ് ഉണ്ടാവുന്ന ആനിമൽസിന്റെ എണ്ണം കുറയുന്നില്ല. ഇതൊന്നും കുറയുന്നില്ല. ഇതെല്ലാം കുറയണമെങ്കിൽ ഇതിന്റെ തെരുവിൽ നിന്ന് ഇവയെ വേറെ എവിടെയെങ്കിലും ഷെൽട്ടർ ചെയ്ത് മാറ്റുക തന്നെ ഇപ്പോഴത്തെ നിയമത്തിനുള്ള വഴിയുള്ളൂ. വേറെ ഒരു വഴിയില്ല. അതിന് ഷെൽട്ടറിംഗ് പോയിന്റുകൾ, അത് ഇവിടുത്തെ നമ്മുടെ ആനിമൽസിനെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു അവസരമാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം. എൻ്റെ അല്ല, സംഘടന ഒരു വിഷയം. എല്ലാവരും അനിമൽ ലവേഴ്സും നമ്മുടെ വെറ്ററിനറിയൻസും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത് ഇപ്പോഴത്തെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കും, കോടതി കണ്ടെത്തേണ്ടിയിരിക്കും. കോടതി ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ സുഭാഷ് ചന്ദ്രൻ താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഡോക്ടർ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നു, ABC കൊണ്ടോ വാക്സിനേഷൻ കൊണ്ടോ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകില്ല. ഈ ആക്രമണം തടയാനുള്ള ഒരു പോംവഴിയാകില്ല. ഇവയെ ഈ പൊതുനിരത്തുകളിൽ നിന്ന്, പൊതു ഇടങ്ങളിൽ നിന്ന് മാറ്റുക എന്നതാണ് ഒരു ഓപ്ഷൻ എന്നത് ചൂണ്ടിക്കാട്ടുന്നു. കോടതിയും ഇടക്കാല ഉത്തരവിൽ പറഞ്ഞത് അക്കാര്യം തന്നെയാണ്. എന്നിട്ട് കോടതി 2 മാസത്തെ സമയം അനുവദിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളോടും നിങ്ങൾ എന്ത് ചെയ്തു എന്നറിയിക്കണമെന്ന് പറയുന്നു. കേരളം ഇതിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം കൂടുതലും എന്താണ് തങ്ങൾക്കുണ്ടായിട്ടുള്ള പരിമിതികൾ, തങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. തലശ്ശേരിയിൽ ഞങ്ങൾ ABC കേന്ദ്രം തുടങ്ങാൻ പോയി, അവിടെ ആളുകൾ സമ്മതിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണോ ഇതുവരെ നമ്മൾ ഇതിൽ മുട്ടാപ്പോക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചെയ്യുന്നു. UP, മധ്യപ്രദേശ് തുടങ്ങി കുറേയധികം സംസ്ഥാനങ്ങൾ ഇതുവരെ ഒരു പേപ്പർ പോലും കോടതിയിൽ കൊടുത്തിട്ടില്ല, റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ആ സംസ്ഥാനങ്ങൾക്ക് കോടതി ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ എന്താണ് കോടതിക്ക് ഇതിൽ ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യമില്ലേ? ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ലോ, അല്ല. മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലും പലയിടങ്ങളിലും ഇത്തരം ഭീഷണികളും സാഹചര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ ശാശ്വത മാർഗം? അത് കണ്ടെത്തി ഒരു നിർദ്ദേശം നൽകുക, അത് നടപ്പാക്കുക, അതൊക്കെ കോടതിയുടെ ഈ പ്രോസസ്സിലൂടെ നടക്കുമോ, സാധ്യമാകുമോ? സ്വാഭാവികമായും നടക്കേണ്ടതാണ്. അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റുകൾ, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര സർക്കാരും ഒക്കെ അതിന് ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് വരണം. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ സ്വീകരിച്ചിരുന്ന സമീപനം ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി പ്രൊആക്റ്റീവായി ജനങ്ങളോട് പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന തരത്തിലേക്ക്, കാരണം ജനരോഷം ഉയർന്നു വരുന്ന സമയത്ത് അതിൽ നിന്ന് മാറാൻ പറ്റാത്ത സാഹചര്യത്തിൽ സർക്കാർ തങ്ങളുടെ നിലപാട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ നേരത്തെ എടുത്തിരുന്ന സമീപനങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച ചില വ്യക്തികൾ, ചില മന്ത്രിമാർ, മനേകാ ഗാന്ധിയെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ബഹുമാനിക്കുന്നു, ഇവരുടെ എല്ലാം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ നമ്മൾ ആത്യന്തികമായി നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ 15 വർഷമായി ഡൽഹിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ ഇടയ്ക്ക് ഡൽഹിയിൽ ഇത്തരം തെരുവുനായകളുടെ ആക്രമണം ഉണ്ടായിട്ടില്ല. ഞാൻ വരുന്ന സമയം മുതൽ ഡൽഹിയിൽ തെരുവുനായ്ക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ തെരുവുനായ്ക്കൾ വളരെ ശാന്തമായ സ്വഭാവത്തിലുള്ളതായിരുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഡൽഹിയിലെ തെരുവുനായ്ക്കളുടെ സ്വഭാവത്തിനകത്തും ഗണ്യമായ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നു, അക്രമോത്സുകത ഉണ്ടാകുന്നു. അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ജഡ്ജസ് ഉൾപ്പെടെയുള്ള അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുന്ന സമയത്താണ് കോടതികളുടെ വരെ ഇത്തരത്തിനകത്തുള്ള ഒരു ശ്രദ്ധയിലേക്ക് ഇക്കാര്യം വരുന്നത്. അപ്പൊ സ്വാഭാവികമായും തങ്ങൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് സർക്കാരിന്റെയും ഈ ജുഡീഷ്യറിയുടെയും ഒക്കെ ആളുകൾ അത് സ്വാഭാവികമായും ഒരു ജനങ്ങളുടെ പ്രശ്നമായി ഏറ്റെടുക്കുന്നു എന്നുള്ളത് സ്വീകാര്യമായ കാര്യം തന്നെയാണ്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്തുള്ള പരിമിതികളും നമുക്ക് യാന്ത്രികമായി
ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കും. നേരത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഇതിനകത്ത് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തന്നെ ഒരു ഷെൽട്ടർ ഹോം ആരംഭിക്കുകയും പ്രദേശവാസികൾ, കാരണം ഇത് 24 മണിക്കൂറും കുറച്ചുകൊണ്ടിരിക്കുകയാണ്, 100 കണക്കിന് നായ്ക്കളെ ഈ ഷെൽട്ടർ ഹോമിനകത്ത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ കേരളം പോലെയുള്ള വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയ സ്ഥലത്ത് പ്രദേശവാസികൾ ഇതിനെ അനുവദിക്കില്ല. കാരണം അവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക് ഈ നായ്ക്കൾ കുരച്ചുകൊണ്ടും ഓയിയിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ വലിയ രീതിയിലുള്ള ജനരോഷം ഉയർന്നു വരികയും അവർക്ക് ആ ഷെൽട്ടർ ഹോം അടച്ചുപൂട്ടുന്ന സാഹചര്യം വരികയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായും ഇതിന് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ, ഇതിന്റെ പോപ്പുലേഷൻ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ശാസ്ത്രീയ, ഒരു ദിവസം ഇതിനെല്ലാം കൊന്നുകളയണം എന്നെല്ലാം നമ്മൾ ആരും ആവശ്യപ്പെടുന്നത്. പക്ഷേ ശാസ്ത്രീയമായി ഇതിന്റെ ഗണ്യമായ തെരുവുകളിൽ നിന്ന് ഇവരൊക്കെ എന്തിനാണ് ഈ തെരുവ് നായ്ക്കൾ സ്കൂളുകൾക്കകത്തും, സുപ്രീം കോടതി തന്നെ ചോദിച്ചതാണ്, നിങ്ങൾക്ക് സ്കൂളുകൾക്കകത്തും ഓഫീസ് പ്രീമൈസസുകൾക്കകത്തും സൊസൈറ്റികൾക്കകത്തും തെരുവ് നായ്ക്കൾ വേണമെന്ന് വാശി പിടിക്കുന്ന എന്തിനാണ് നിങ്ങൾക്ക് ഇതിനെ വളർത്തണമെങ്കിൽ നിങ്ങളുടെ വീടുകൾക്കകത്ത് വളർത്താം. നിങ്ങൾക്ക് പിന്നെ ആരും ഈ നായ്ക്കളെയോ അല്ലെങ്കിൽ പെറ്റിനെ വളർത്തുന്നതിനെ നമ്മളാരും എതിരല്ല. പക്ഷെ റോട്ടിലും അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന സ്കൂളിനകത്തും പഠിക്കുന്ന സ്കൂളിനകത്തും അതുപോലെ തന്നെ കളിസ്ഥലങ്ങളിലും എല്ലാം തെരുവ് നായ്ക്കൾ വേണമെന്ന് വാശി പിടിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് തെരുവ് നായ്ക്കളോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ നായ്ക്കളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, അതിന് മറ്റു ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യമാണ് സാമ്പത്തികം ഉൾപ്പെടെയുള്ള താല്പര്യങ്ങളാണ്. നേരത്തെ ഇതിന് പിന്നെ ഇവിടെ സൂചിപ്പിച്ച, ഇവിടെ സംസാരിച്ച ആളുകൾ, അവരുടെ സംഘടനകൾ, അവരുടെ സംഘടനകൾ പ്രവർത്തിക്കുന്നത് പോലും ഏത് തരത്തിലുള്ള ഫണ്ടിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള പരിശോധനകൾ കേരളീയ സമൂഹത്തിനകത്തും ഇന്ത്യൻ സമൂഹത്തിനകത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ആവർത്തിച്ച് പറയും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പ്രാധാന്യം നൽകുന്നത് കുട്ടികളുടെയും മനുഷ്യരുടെയും ജീവനാണ്. അതിനുശേഷമാണ് നമുക്ക് ഈ പറയുന്ന പെറ്റ്സും മറ്റൊക്കെ വേണ്ടത്. സ്വാഭാവികമായും അവർക്ക് അവരുടെ ഈ പിന്നെ ഇത്തരം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളെ നമ്മൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതാണ്. ശരി, താങ്കൾ തുടരുക. സംഗീത, ഇവിടിപ്പോ നോക്കൂ, താങ്കൾ പറഞ്ഞു താങ്കൾ 140 നായ്ക്കളെ നോക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇന്ന് കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നു എന്താണ് കണ്ണൂരിൽ അവർക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നു. നമ്മൾ തന്നെ നേരത്തെയും പല വാർത്തകളും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എണ്ണത്തിൽ കൂടുതൽ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നവർക്കൊക്കെ എതിരെ നാട്ടുകാർ സംഘടിക്കുകയും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു ജനവാസ മേഖലയിൽ അത് സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആരെ സംബന്ധിച്ചും താങ്ങാൻ കഴിയുന്നതല്ല. അപ്പോൾ അതിന് അങ്ങനെയുള്ള ഒഴിഞ്ഞ ഇടങ്ങളിൽ ഷെൽട്ടർ ഹോമുകൾ സാധ്യമാണോ? അതിനുള്ള സാഹചര്യം സംസ്ഥാനത്തെ സംബന്ധിച്ചുണ്ടോ? സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നു അത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന സാഹചര്യമല്ല, ജനസാന്ദ്രതയേറിയ പ്രദേശമാണ്, ജനങ്ങൾക്ക് പോലും താമസിക്കാൻ ഇടമില്ലാത്ത ഇടത്ത് തെരുവ് നായ്ക്കൾക്ക് വേണ്ടി അങ്ങനെ ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ് കേരളത്തെ സംബന്ധിച്ച് എന്നത് പറയുകയാണ്. പലയിടങ്ങളിലും പ്രശ്നങ്ങളാണ്, അത് ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഉണ്ടാകാമായിരിക്കും. പക്ഷേ നമ്മളുടെ പ്രശ്നം എന്തായാലും ഇങ്ങനെ സ്ഥലം കണ്ടെത്തുക, അധിവസിപ്പിക്കുക എന്നത് സാധ്യമല്ല എന്നതാണല്ലോ. ഈ സാഹചര്യം എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കപിൽ സിബലിനെ പോലെയുള്ള അഭിഭാഷകരാണ് സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. എന്തെങ്കിലും ഒരു ബദൽ നിർദ്ദേശം കൊടുക്കാൻ നിങ്ങൾക്കുണ്ടാകണ്ടേ? ഇതിനു വേണ്ടി വാദിക്കുന്നവർക്കുണ്ടാകണ്ടേ? നായ്ക്കളെ ബോധവൽക്കരിച്ച് അക്രമകാരികൾ അല്ലാതാക്കാം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഈ അഭിഭാഷകർ മുന്നോട്ട് വെക്കുന്നത്. കോടതി പരിഹസിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന 1 or 2 നായ്ക്കളെ ആ രീതിയിൽ ബോധവൽക്കരിക്കുകയോ ട്രെയിൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാമായിരിക്കും. എങ്കിൽ പോലും പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അതുങ്ങളുടെ സ്വഭാവം കാണിക്കുമെന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം മണ്ടൻ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട്, ഒരു തരത്തിലും സാധ്യമല്ലാത്ത നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്താണ് ബദൽ നിർദ്ദേശിക്കാനുള്ളത് ഇതിൽ? എന്നോടാണോ? അതെ അതെ. ആദ്യം നിങ്ങൾ വാർത്താ ചാനലുകളാണ്, മനസ്സിലായോ? വളരെ ശക്തമായിട്ട് നിങ്ങൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന നിങ്ങൾ പറയുന്നത് പെനിട്രേറ്റ് ചെയ്യാനുള്ളൊരു കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. മണ്ടൻ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ ഈ 140 നായ്ക്കളെയും ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മളുടെ ഈ 140 നായ്ക്കളിൽ 2 പേര് മാത്രം, അതും ഓണർ ഡോഗ്സ് ആണ്. ഒരു ഓണർ മരിച്ചു പോയതും ഒരു അബ്യൂസ്ഡ് ആയിട്ടുള്ള ഡോഗ്സ് മാത്രമാണ്, വയലന്റ് ആയിട്ടുള്ള ഡോഗ്സ്. അവരെയും നമ്മൾ ഇപ്പോൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അതൊരു മണ്ടൻ നിർദ്ദേശമല്ല. സംസാരിക്കാൻ അനുവദിക്കില്ല. When you listen to others, you should have അല്ല, ഇതിൽ ഇപ്പോൾ മാഡം പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോ നേരത്തെ വെറ്റിനറി സർജൻ തന്നെ നമ്മളോട് പറഞ്ഞത് എന്താണ്? ABC സാധ്യമാകില്ല, ഈ വാക്സിനേഷൻ പോലും സാധ്യമാകില്ല എന്ന് പറയുന്നിടത്ത് എങ്ങനെ ബോധവൽക്കരണം സാധ്യമാകും? അത് എന്റെ സംശയമുള്ളൂ. എന്റെ സംശയമാണ്. മാഡം പറഞ്ഞ കാര്യത്തിൽ എന്റെ ഒരു സംശയം ചോദിച്ചൂടെ? ABC സാധ്യമാകില്ല ഇത്തരം ഡോഗ്സിന്, വാക്സിനേഷൻ സാധ്യമാകില്ല, അവിടെ ബോധവൽക്കരണം എങ്ങനെ സാധ്യമാകുമെന്ന് പറഞ്ഞാൽ മതി. Are you going to talk continuously like this? Let me finish. I'm coming to that.
Let me finish. Okay. I have few points to tell. Then why do you call for me a debate? Okay. എങ്ങനെ ബോധവൽക്കരണം സാധ്യമാകുമെന്ന് കൂടി പറഞ്ഞാൽ മതി മാഡം. സോ ഈ 140 നായ്ക്കളെ നമ്മൾ ട്രെയിൻഡ് ആണ്. ആര് വന്നാലും കടിക്കില്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, റോഡിൽ അക്രമികളായിട്ട് നായ്ക്കൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് ഒരു വിഭാഗത്തിൽ നമ്മൾ അതിന് കാരണമാണ്. ഇല്ലീഗൽ ആയിട്ടുള്ള സ്ലോട്ടർ ഹൗസസ്. ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ, എനിക്ക് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാത്രമേ സംസാരിക്കാൻ അറിയുള്ളൂ. നമ്മുടെ വീട്ടിന്റെ അടുത്ത് അട്ടക്കുളങ്ങരയ്ക്ക് അടുത്ത് ഇല്ലീഗൽ ആയിട്ടുള്ള സ്ലോട്ടർ ഹൗസസ് ഉണ്ട്. കോർപ്പറേഷൻ, ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഈ ഇല്ലീഗൽ സ്ലോട്ടർ ഹൗസസിനെ നിർത്തലാക്കാനോ അതിനെ ഇൻസ്പെക്ട് ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യം എടുക്കാറില്ല. അവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള സ്ലോട്ടർ ഹൗസ് ഉണ്ട് എന്നുള്ളത് ട്രിവാൻഡ്രം കോർപ്പറേഷൻ അറിയാം. അവരതിന് നിയമ നടപടി എടുക്കാത്തത് അവർക്ക് സ്ലോട്ടർ ഹൗസ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ സ്പേസിനും റെഡി ആവാത്തത് കൊണ്ട് അവരതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഈ ഇല്ലീഗൽ സ്ലോട്ടർ ഹൗസസിൽ ഉള്ള വേസ്റ്റ് മുഴുവനും കളയുന്ന റോട്ടിലാണ്. എന്റെ വീട്ടിന്റെ പുറകു വശത്തിൽ വരയ്ക്കും ഇവര് ചാക്കോട് കൂടി കൊണ്ടുവന്ന് ഈ മാംസങ്ങൾ ഇടുമ്പോൾ ഈ പച്ച മാംസം ഈ തെരുവ് നായ്ക്കൾ വന്ന് കഴിക്കും. പച്ച മാംസം കഴിച്ചു തുടങ്ങുന്നതോടുകൂടി അവർക്ക് ആ രക്തത്തിനോടുള്ള ഒരു ആസക്തി വരുന്നത് കൊണ്ടാണ് ഇവർ കൂടുതലായിട്ടും അക്രമികളാവുന്നത്. അവിടെയും കാരണം നമ്മളാണെന്നുള്ളത് ഓർക്കണം. ഒന്ന്. രണ്ടാമത്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഒരു നായയിൽ നിന്നും ഒരു ഹോം ഷെൽട്ടറായി, എന്റെ വീട്ടിൽ 21 നായ ഉണ്ടായിരുന്നു. ഞാൻ അഗ്രഹാരത്താണ് താമസിക്കുന്നത്. തീർച്ചയായിട്ടും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾക്ക് മനസ്സിലാവുന്നതോട് കൂടിയാണ് നമ്മൾ ഷെൽട്ടർ ഓപ്പൺ ആവുന്നത്. ആദ്യം നമ്മൾ എടുത്തത് ഒരു 50 സെന്റ് സ്ഥലമാണ്. കാരണം 21 നായ്ക്കളെ ഉള്ളൂ. 50 സെന്റ് സ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റവും, നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നു. പ്രകൃതിയെ നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ. അത് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ പോയത്. നമ്മൾക്ക് എണ്ണം കൂടിയപ്പോൾ ഞങ്ങൾ തിരിച്ച് 1 ഏക്കർ ലാൻഡ്, ഇതൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന ലാൻഡ് എന്താണെന്ന് ഓർമ്മ വേണമേ. വാടകയ്ക്ക് ഒരു ലാൻഡ് നമ്മൾ 1 ഏക്കറിന് വാടകയ്ക്ക് എടുത്തു. നമ്മൾ അത് ഡെവലപ്പ് ചെയ്തു. ഇവരൊക്കെ അവിടെ കൊണ്ടുപോയി. ഇപ്പൊ എന്റെ 1 ഏക്കർ ലാൻഡിൽ 140 നായ്ക്കളെ ഉള്ളൂ. ഇവരാരും പുറത്ത് ഓടില്ല. ഇവർക്ക് കളിക്കാനുള്ള സ്പേസും ഇവർക്ക് ഓടാനുള്ള സ്പേസും കെനലും ഒക്കെ എൻക്ലോഷേഴ്സിന്റെ ഉള്ളിലാണ്. അവർ അത്രയും ഫ്രീ ആയിട്ട് വിട്ടുകൊണ്ടാണ് നമ്മൾ അവർ നോക്കുന്നത്. വളരെ നല്ല രീതിയിലാണ്. നമ്മളുടെ നോട്ടീസ് പെറ്റ് സാങ്ച്വറി എന്നുള്ള പേജ് നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രയും നല്ല വർക്കാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ എല്ലാ നായ്ക്കളും ആന്റി റേബീസ് വാക്സിനേഷൻ എടുക്കുന്ന ആൾക്കാർ എടുക്കുന്നുണ്ട്. മൾട്ടി കോമ്പണന്റ് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് അസുഖം വന്നാൽ കൃത്യമായി നമ്മൾ നോക്കുന്നുണ്ട്. അടുത്ത എക്സ്പാൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇനി കൂടുതലാക്കിയാൽ അവിടെ നമ്മൾ പോകുന്ന സമയത്ത് പൂവാറിന്റെ അടുത്താണ്. അന്ന് വീടുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഓരോ വീടുകൾ വന്നു തുടങ്ങി. നമ്മൾ തിരിച്ചും അടുത്ത 1 ഏക്കർ നമുക്ക് പോരാ, 7 ഏക്കറിലാണ് നമ്മൾ ഇനി അടുത്ത നമ്മുടെ ഡോഗ് ഷെൽട്ടർ വരാൻ പോകുന്നത്. അതിൽ കൃത്യമായിട്ട് റെസ്ക്യൂ സെന്റർ ഉണ്ടാവും, ക്വാറന്റൈൻ ഉണ്ട്, ഐസൊലേഷൻ ഉണ്ട്. ഒരു 1 ഏക്കറിലാണ് ഞാൻ ഐസൊലേഷൻ ചെയ്യാൻ പോകുന്നത്. അവിടെ ക്രെമറ്റോറിയം ഉണ്ട്, അവിടെ ഹോസ്പിറ്റൽ, നമ്മുടെ പെർമനന്റ് റെസിഡൻസിനുള്ള ഒരു ഷെൽട്ടർ, ഒരു ചെറിയ ഹോസ്റ്റൽ ഫെസിലിറ്റി വരുമാനം ഉണ്ടാക്കാനായിട്ട്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, വോളണ്ടിയേഴ്സ് ക്വാർട്ടേഴ്സ്, ഓഫീസ് എല്ലാം ചേർന്നുകൊണ്ട് 7 ഏക്കറാണ് ഇപ്പൊ നമ്മൾ ഒരു പദ്ധതി. 7 ഏക്കറിൽ എത്ര നായ്ക്കളെ അധിവസിപ്പിക്കാൻ കഴിയും? അങ്ങനെ എത്ര ഷെൽട്ടർ നമുക്ക് സാധ്യമാകും? അങ്ങനെ ഒരു പ്രശ്ന പരിഹാരം സാധ്യമാകുമോ എന്നതാണല്ലോ നമ്മളുടെ പ്രശ്നം. ശ്രീ ഓക്കെ, നമ്മുടെ സമയം കുറവാണ്. ശ്രീ ഏഞ്ചൽ നായർ, നോക്കൂ, ഇതുപോലെ സംഗീതയെ പോലെ ഈ മനസ്സുള്ള, ഈ രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരെ യോജിപ്പിച്ചുകൊണ്ട് സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? അതോ ഇത് ഒറ്റപ്പെട്ട ശ്രമങ്ങളായി പോകുന്നത് കൊണ്ടാണോ ഇതിന് റിസൾട്ട് ഇല്ലാതെ പോകുന്നത്? ഇപ്പോൾ ഈ സംഗീത മാതിരി കുറേ അധികം ആൾക്കാരെ, ഏകദേശം ഗവൺമെൻറ് കണക്ക് ഒരിക്കൽ ഹൈക്കോടതിയുടെ ഓർഡർ പ്രകാരം ഒരു കണക്കെടുത്തു, 65ഓളം ഷെൽട്ടറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം പ്രൈവറ്റ് ഷെൽട്ടറുകൾ. അതിലൊന്നാണ് ഈ സംഗീതയുടെ ഷെൽട്ടർ. സംഗീത എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്. അവർ വളരെ നല്ല രീതിയിൽ നായകളെ ആണെങ്കിലും പശുക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ അധികം ആളുകളുണ്ട്. അവരെ എല്ലാം നിരുത്സാഹപ്പെടുത്തുക, അവരെ ടോർച്ചർ ചെയ്യുക, അവർക്ക് നോട്ടീസ് നൽകുക, ഭീഷണിപ്പെടുത്തുക, അങ്ങനെയുള്ള നടപടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് ഞാൻ കാലത്ത് കണ്ടിരിക്കുന്ന ഒരു നോട്ടീസ്, സുമിത സുശീലൻ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് തിരുവനന്തപുരത്ത് മൃഗസംരക്ഷണ വകുപ്പ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എന്തിന് തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു? നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് എന്നുള്ള പേരിൽ. ആ ജീവിക്ക് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് നിൽക്കും. ആരെ ആക്രമിക്കാൻ പോകില്ല, ഏതെങ്കിലും മൂലയ്ക്ക് കിടക്കും. ആ ജീവിക്ക് ഭക്ഷണം വേണം എന്നുള്ള കാര്യം മൃഗസംരക്ഷണ വകുപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പണ്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മൃഗസംരക്ഷണ കേന്ദ്രങ്ങളിലും. അത്
തെരുവ് നായകൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കരുത് എന്നായിരുന്നു. അത് ഞാൻ ഹൈക്കോടതി പോയിട്ടാണ് ഞാൻ എടുത്ത് മാറ്റിച്ചത്. അതാണ് മൃഗസംരക്ഷണം എന്താണെന്ന് വെച്ചാൽ മൃഗം എന്താണെന്ന് ഈ പറയുന്ന ചിഞ്ചു റാണി മന്ത്രിയായിരിക്കുന്ന ഈ മൃഗസംരക്ഷണ വകുപ്പിന് അറിയില്ല. അവരുടെ തന്നെ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് കേരള എന്ന് പറയുന്നത് സംബന്ധിച്ച് വലിയ ഡിബേറ്റുകളുണ്ട്. അത് ഫീഡ് ചെയ്യുന്നത് തെരുവ് നായകളുടെ എണ്ണം കൂട്ടും, ഒരിക്കലും ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഇതിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് എന്ന കാര്യത്തിൽ സർക്കാരിന് പോലും വ്യക്തതയില്ല എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടോ? ഇപ്പോൾ കോടതികൾക്ക് നിർദ്ദേശം നൽകാനേ പറ്റുള്ളൂ, സർക്കാരുകളാണ് ചെയ്യേണ്ടത്. അവിടെ വരുന്ന വർഷങ്ങളായുള്ള അലംഭാവമാണോ നമ്മളുടെ സാഹചര്യങ്ങൾ ഇത്രമാത്രം മോശമാക്കുന്നത്? നമ്മള് തെരുവില് ഫീഡ് ചെയ്യരുത് എന്ന് പറയുന്നതിന് ഒരു കാര്യമുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കാനാണ്. അതായത് നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് 1-2 ഡോഗ്സ് വരുന്നു. അപ്പൊ നമ്മൾ അവിടുന്ന് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങിയിട്ട് അവർക്ക് ഇട്ടു കൊടുക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. നാളെ അതേ സമയമാകുമ്പോൾ ഈ ഡോഗിന് വീണ്ടും വിശക്കും. ആ സമയത്ത് അത് വീണ്ടും അവിടെ ഒരാളെടുത്ത് വരും. അപ്പൊ അവിടെ നമ്മളെല്ലാം നിൽക്കുന്ന വേറൊരാളായിരിക്കും നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡോഗ് വിശന്ന് നിൽക്കുകയാണ്, അതൊന്ന് ഫെറോഷ്യസ് ആവും. അപ്പൊ അത് കടിപിടി കൂടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ടാണ് വകുപ്പുകളും നമ്മളൊക്കെ പറയുന്നത്. നിങ്ങൾ ഡോക്ടറാണോ? ഞാനത് പറയട്ടെ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകണ്ട. താങ്കൾ പറയാനുള്ളത് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ, നമ്മുടെ സമയം അവസാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. ഞാൻ വിളിച്ച അതിഥികളാണ്, ആരോട് മോശമായി പറയാൻ പാടില്ല. ദയവ് ചെയ്ത് താങ്കൾ മിണ്ടാതിരിക്കുക. അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നിങ്ങൾ എന്ത് ഡോക്ടറാണ്? പറഞ്ഞോളൂ ഡോക്ടർ. ഞാനൊരു വെറ്റിനറി ഡോക്ടർ തന്നെയാണ്. ഇതിനെപ്പറ്റി ഞാൻ ആനിമൽസിനെ നോക്കുന്ന ആളാണ്, ട്രീറ്റ് ചെയ്യുന്ന ആളാണ്, ഡോഗ്സിനെ നോക്കുന്ന ആളാണ്, എല്ലാമാണ്. പക്ഷെ ഈ ഒരു സമൂഹത്തിൽ നമ്മൾ വന്നിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു മാറ്റത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഒരു സമവായത്തിലൂടെ വേണം എല്ലാ കാര്യങ്ങളെയും കാണാൻ. അപ്പൊ നമ്മൾ വീട്ടിൽ നമ്മൾ ഇതിനെയൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പെറ്റാണ്. പക്ഷെ അതുപോലെയല്ല നമ്മൾ ഒരു പൊതുസ്ഥലത്ത് നമ്മൾ ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ ആ രീതിയിൽ കണ്ട് അതുകൊണ്ടായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ശരി ജോസ് മാവേലി കൈ ഉയർത്തുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, നമ്മുടെ സമയം തീരുന്നു പെട്ടെന്ന്. അതായത് ഇത്രയും വലിയൊരു മഹാദുരന്തമാണ് കേരളം അനുഭവിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവിതം ഇല്ലാണ്ടാവാണ്. അത്രയ്ക്ക് മഹാദുരന്തം ഇവിടെ നടക്കുമ്പോൾ ഇതിന് പരിഹാരം കാണേണ്ട മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണകർത്താക്കൾ ആരും മുന്നോട്ട് വരുന്നില്ല. എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിക്കുക, അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് കാര്യം നിൽക്കുക. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും ഒക്കെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്. എന്തായാലും ആ ഉത്തരവാദിത്തങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ കോടതിയുടെ ഇടപെടലുകൾ മൂലം കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും കോടതി ഈ വിഷയത്തിൽ വളരെ ഗൗരവപൂർണമായിട്ട് ഇടപെടുന്നുണ്ട്. മനുഷ്യന്റെ ജീവൻ ആണ് പ്രധാനം, മനുഷ്യന്റെ ജീവിക്കാൻ ഉള്ള അവകാശമാണ് പ്രധാനം എന്ന നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പരിസമാപ്തി എങ്ങനെയെന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഈ വിഷയത്തിൽ നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, തെരുവുനായ പ്രശ്നത്തിലെ സുപ്രീം കോടതി ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണോ എന്നതാണ്. അതേ എന്ന് പറയുന്നു 86% പേർ, അല്ല എന്ന് പറയുന്നത് 12% പേർ മാത്രം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.